ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ ഫ്രാങ്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കന് നമ്മൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒരു നാരങ്ങ, ചെറിയൊരു നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് നമ്മളൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ ഫ്രാങ്കി ഉണ്ടാക്കാൻ പോകുമ്പം ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. പിന്നെ നമ്മൾ ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ റോള് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വെന്ത് വരാനും കുറച്ചൊന്ന് നീളത്തിലൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ട് എടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പം ബോൺലെസ് ആയിട്ട് തന്നെ എടുക്കണം. നമ്മൾ ചപ്പാത്തി ആയിട്ട് റോള് ചെയ്തെടുക്കുമ്പം എല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അതുപോലെ കുറച്ച് ചിക്കൻ ഒന്ന് റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ വെച്ചിരുന്നതാണ്. കുറച്ച് വെജിറ്റബിളൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഒരു 2 സവോള ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു ക്യാരറ്റ്, ഇതെല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതും വേണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടയിൽ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കടയിൽ ഇതുണ്ട് 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ ഒന്ന് വഴന്ന് വരേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ 2 വലിയ സ്പൂൺ എണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളൊന്നും ഒരുപാട് വഴന്ന് പോകണ്ട. നമുക്ക് കുറച്ച് ഒന്ന് കടിക്കുന്ന ഒരു പരുവത്തിൽ തന്നെ വേണം എടുക്കാൻ. പിന്നെ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് ഈ വെജിറ്റബിളും ഒന്ന് വെന്ത് വന്നോളും. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറായി പോകണ്ട. അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരുവിധം നമ്മുടെ വെജിറ്റബിളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഭാഗം മതിയാകും. നമുക്കിതിനകത്ത് ഇത്തിരി മസാല ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ സമയത്ത് മുളക് പൊടിയും മഞ്ഞളും ചേർത്തതാണ്. അതുകൊണ്ട് എരിവ് ഒരുപാട് കൂടി പോകാതെ നോക്കണം. നമ്മളൊരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞളും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നമ്മുടെ ഫ്രാങ്കിക്ക്. അപ്പോൾ നമുക്കൊരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരുപാട് എരിവാകുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീഡിയം സ്പൈസിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തതാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് ലിഡ് വെച്ച് മൂടി വേണം വേവിപ്പിക്കാൻ. അപ്പോൾ ആദ്യം ഒന്ന് തുറന്ന് വെച്ച് നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ലിഡ് വെച്ച് നല്ലതുപോലെ വേവിപ്പിച്ചെടുക്കാം. നമ്മളൊരു 2 മിനിറ്റ് തുറന്നൊന്ന് ഇളക്കിയതാണ്. നമുക്ക് ലിഡ് വെച്ചൊന്ന് മൂടി വെക്കാം. വളരെ ചെറിയ പീസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 5-8 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. ആ സമയത്ത് നമുക്ക് ഫ്രാങ്കിക്കുള്ള ഗോതമ്പ് മാവും മൈദയും കുഴച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ ഫ്രാങ്കിയുടെ ചിക്കനൊക്കെ നല്ല റെഡിയായിട്ടിരിക്കുവാണ്. നമുക്കിപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഫ്രാഷ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മളിതൊന്ന് ഓഫാക്കുവാണ്. ആ സമയത്തിന് നമ്മൾ ചിക്കൻ റെഡിയാവുന്ന സമയത്തിന് ഗോതമ്പ് പൊടിയും മൈദയും പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇത്തിരി വലിയ ആയിട്ട് ചപ്പാത്തി പരത്തിയെടുക്കണം. ചപ്പാത്തി ഗോതമ്പ് പൊടി തന്നെ എടുക്കാതിരിക്കുമായിരിക്കും നമുക്ക് ഈ ഫ്രാങ്കി ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ പകുതി ഗോതമ്പ് പൊടിയും പകുതി അളവിൽ മൈദയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ ഉരുട്ടി വെച്ചാൽ ഒന്ന് ഇത്തിരി സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇത്തിരി കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ നല്ലതുപോലെ പൊട്ടിപ്പോവാതെ കിട്ടുന്നത്. നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഇതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വലുതായിട്ട് തന്നെ പരത്തി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ മുട്ടയാണ് റെഡിയാക്കേണ്ടത്. മുട്ടയ്ക്കകത്ത് ഇത്തിരി കുരുമുളക് പൊടി, ഉപ്പും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അത് ആദ്യം നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഇത് മുട്ട ഒഴിച്ചിട്ട് അതിൻ്റെ മേലോട്ട് ഒരു ചപ്പാത്തി വെച്ചിട്ട് റെഡിയാക്കണം.
നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോഴായിരിക്കും കുറേശ്ശേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഒന്ന് ചപ്പാത്തിയിലൊന്ന് പറ്റിയിരിക്കാൻ മാത്രം മതിയാകും. ഞാനൊരു പാൻ വെച്ചിട്ട് ഇത്രയും 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിനകത്തുനിന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് പോകുന്നതിന് മുമ്പിൽ തന്നെ നമ്മൾ ഈ ചപ്പാത്തി അതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കണം. ചെറിയതായിട്ടൊന്നും എല്ലാ സ്ഥലത്തൊന്ന് പരന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം തന്നെ വെക്കണം. എങ്കിലായിരിക്കും ചപ്പാത്തിയിലോട്ട് മുട്ടയൊന്ന് റെഡിയായി കിട്ടുന്നത്. അപ്പം മുട്ട ഒന്ന് വെന്തിട്ടുണ്ട്. ചപ്പാത്തിയും മുട്ടയും കൂടി നല്ലപോലെ ഒന്നിച്ച് വെന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. കുറച്ചൊന്ന് നീളത്തിൽ വെക്കുവാണെങ്കിൽ നമുക്ക് റോള് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. നമുക്ക് റോൾ ചെയ്തെടുക്കാം. നല്ലതുപോലെ നമ്മൾ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളൊരു ഫോയിൽ പേപ്പറിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രാങ്കിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലതുപോലെ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രാങ്കി നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.